കഴിഞ്ഞ ദിവസം നമ്മൾ മോണ്ടിസോറി സ്റ്റുഡൻസിൻ്റെ പേരൻസിന് നൽകേണ്ടുന്ന ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഒന്നുകൂടി ആവർത്തിക്കാം. 6 പോയിൻറ്റ്സാണ് നമ്മൾ മുഖ്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് അണ്ടർസ്റ്റാൻഡ് ദി മോണ്ടിസോറി ഫിലോസഫി, അതായത് മോണ്ടിസോറി സ്റ്റുഡൻസിൻ്റെ പേരൻസ് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മോണ്ടിസോറി ഫിലോസഫിയെക്കുറിച്ച് അവർക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ക്രിയേറ്റ് എ മോണ്ടിസോറി ഫ്രണ്ട്ലി ഹോം എൻവയറോൺമെൻറ്റ്. നമ്മളുടെ വീടുകളിൽ മോണ്ടിസോറി മെത്തേഡിനനുസൃതമായിട്ടുള്ള ഒരു ഗൃഹാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. മോണ്ടിസോറി സ്റ്റുഡൻസിന് ഉപയോഗിക്കത്തക്ക നിലയിലുള്ള ഫർണിച്ചറുകൾ മുതലായവ അവർക്ക് നൽകുക. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വീടുകളിൽ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ഫോസ്റ്റർ ഇൻഡിപെൻഡൻസ്. കുട്ടികൾക്ക് പല കാര്യങ്ങളും സ്വയം ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയും. അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളെ നമ്മൾ സ്വതന്ത്രമായി അവർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുക. ഇതാണ് ഫോസ്റ്ററിങ് ഇൻഡിപെൻഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായി റെസ്പെക്റ്റ് ദി ചൈൽഡ്സ് സ്പേസ്. അതായത് പല കുട്ടികളും വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ കുട്ടിയുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരെന്താണ് ഇങ്ങനെ എന്ന് കുട്ടിയെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പാടില്ല. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ. കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ പുതുതായിട്ടാണ് പല കാര്യങ്ങളും കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ വ്യത്യസ്തങ്ങളായ ജിജ്ഞാസകൾ ഉടലെടുത്തേക്കാം. അതിനെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ തേടുവാനുള്ള അവരുടെ ആ മനസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ആ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുക. ആറാമതായി നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. കുട്ടികളുമായി നല്ല നിലയിൽ സംവദിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയങ്ങൾ നടത്തുക. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇത് വളരെ പ്രധാനമാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം അവരോട് നല്ല നിലയിൽ ബുദ്ധിപരമായിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന നിലയിൽ ക്രിയാത്മകമായിട്ട് നമ്മൾ പ്രതികരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് 7ാമത്തെ പോയിൻ്റ് ലിമിറ്റ് സ്ക്രീൻ ടൈം. എന്താണ് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇന്ന് സ്മാർട്ട് ഫോണുകളുടെയും ടാബ്ലറ്റുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും യുഗമാണ്. പല കുട്ടികളും ഇത്തരത്തിലുള്ള ഡിവൈസസ് ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ ഇത് കുട്ടികൾക്ക് ഗുണം എന്നതിലുപരി ചിലപ്പോൾ ദോഷം വരെ വരുത്തി വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. പല കുട്ടികളും സ്മാർട്ട് ഫോണുകളോട് അതല്ലെങ്കിൽ ടാബ്ലറ്റ്സിനോട് കമ്പ്യൂട്ടറുകളോട് ഒക്കെ അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് അവരുടെ കാഴ്ചയെയും ബുദ്ധിയെയും ഒക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം ഒരു പരിധി നിശ്ചയിക്കുക. ഇവിടെ സ്ക്രീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ഡിവൈസസ് ആണ്. ഈ സ്ക്രീൻ ടൈം, ഈ ഡിവൈസസ് ഉപയോഗപ്പെടുത്തുന്ന സമയം നിജപ്പെടുത്തുക. അതിന് പകരം കുട്ടികളെ കൊണ്ട് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. കളി ഉപകരണങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് ക്രിയാത്മകമായുള്ള കളികളിൽ അവരെ ഏർപ്പെടുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. കുട്ടികൾക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർ അവരുടേതായ ഭാവനകൾക്ക് അനുസൃതമായിട്ടുള്ള കരവിരുതുകളും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് അവരെ മാറ്റി ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിലേക്ക് അവരെ നയിക്കുക. അതിനു വേണ്ടുന്ന സാഹചര്യം നമ്മൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയും.
അടുത്തത് കൺസിസ്റ്റൻസി ആൻഡ് റൂട്ടീൻ. എന്തിനും ഒരു സമയക്രമം വേണം, ഒരു ടൈം ടേബിൾ വേണം. അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സ്ഥിരതയും വേണം. അപ്പോൾ ഒരു ടൈം ടേബിളും ഒരു സ്ഥിരതയും വാസ്തവത്തിൽ കുട്ടികൾക്ക് ആക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളുടെ വർക്കുകൾ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ കളിക്കുന്നതിന്, കുടുംബാംഗങ്ങളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നതിന്, ഭക്ഷണം കഴിക്കുന്നതിന്, ഇതിനെല്ലാം നിശ്ചിത സമയം ക്രമീകരിക്കുക. ആ സമയത്ത് കുട്ടികൾക്ക് അതിനായിട്ട് അനുവാദം നൽകുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ കുട്ടികളിൽ എന്തുണ്ടാവുന്നു? കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഒരു റൂട്ടീൻ ബിഹേവിയറും സൃഷ്ടിക്കപ്പെടുന്നു. അടുത്തത് പോസിറ്റീവ് ഡിസിപ്ലിൻ. ചെറിയ കുട്ടികൾ കുസൃതി കാണിക്കുക പതിവാണ്. അവർ കുട്ടികളാണല്ലോ, കുട്ടികളുടെ പ്രകൃതമാണ് കുസൃതി കാണിക്കുക എന്നുള്ളത്. പല രക്ഷിതാക്കളും ഇത്തരം കുസൃതികൾ അംഗീകരിക്കുകയില്ല. അവർ കുട്ടികളെ വഴക്ക് പറയുന്നു, ചിലപ്പോൾ കുട്ടികളെ ശിക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം വാസ്തവത്തിൽ നമ്മളൊരു പോസിറ്റീവ് അപ്രോച്ചാണ് കുട്ടികളിലോട് ഉണ്ടായിരിക്കേണ്ടത്. അവരിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അച്ചടക്ക ബോധം വളർത്തിയെടുക്കുന്നതിന് അനുസൃതമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഇക്കാര്യം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടത് ടീച്ചർമാരുടെ ചുമതല കൂടിയാണ്. കുട്ടികൾക്ക് ഓരോ കാര്യത്തിലും പാലിക്കേണ്ട അതിർവരമ്പുകളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുക. അതിന് ഉതകുന്ന രൂപത്തിലുള്ള കഥകളും മറ്റും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി അവരിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് പേരൻസിനോട് ആവശ്യപ്പെടുക. അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടി, പാർട്ട്ണർഷിപ്പ് വിത്ത് ദി സ്കൂൾ. മോണ്ടിസോറി സംവിധാനത്തിൽ മാത്രമല്ല, ഏതൊരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, എപ്പോഴും പേരൻസ് സ്കൂളുമായിട്ട് നിരന്തരമായ ബന്ധം സ്ഥാപിച്ചിരിക്കേണ്ടതാണ്. ഇങ്ങനെ വന്നാൽ മാത്രമാണ് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ വീടുകളിൽ വെച്ച് കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ടീച്ചേഴ്സിനും അറിയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ ടീച്ചർമാർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഗമം അനിവാര്യമാണ്. പേരൻസ് സ്കൂളുമായി നിരന്തര ബന്ധം പുലർത്തുന്നത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് ഏറെ സഹായകമാണ്. എന്നെന്നും ഇതുപോലെ ബന്ധപ്പെടുക എന്നുള്ളത് സാധ്യമായി എന്ന് വരില്ല. ഇതിനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനം. പേരൻസിനെ സ്കൂളുകളിലേക്ക് വിളിപ്പിക്കുക, മീറ്റിങ്ങുകളിലും മറ്റും പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് പേരൻസിനോട് ആവശ്യപ്പെടുക. ഇതൊരു നിർബന്ധ ബുദ്ധിയോടു കൂടിയിട്ട് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പേരൻസും തയ്യാറാകുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായും സാധ്യമാകുക. ഇത്തരത്തിലുള്ള അവബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമാണ് തങ്ങളുടെ കുട്ടിയുടെ വളർച്ച ശരിയായ രൂപത്തിൽ ആവുകയുള്ളൂ എന്നൊരു ബോധ്യം കൂടി രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ബോധ്യം വരുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഓരോ ടീച്ചർമാർക്കുമുണ്ട്. താങ്ക് യു വെരി മച്ച്.